ഇന്ത്യയുടെ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറങ്ങി. ഒരു സാധാരണക്കാരായ സ്ത്രീ എന്ന നിലയിൽ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? സാധാരണപ്പെട്ട വനിതകൾക്കും ഗൃഹനാഥകൾക്കും എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട പ്രകടന പത്രികയാണ് ഇറങ്ങിയിരിക്കുന്നത്. വളരെ സന്തോഷം. എന്നെ പോലുള്ള വനിതകൾക്കും എല്ലാം ഗുണകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട വനിതകൾക്ക് റീചാർജ് കൂപ്പണായ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ പദ്ധതി, മരുന്നുകളും പച്ചക്കറി വാങ്ങാനും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു റീചാർജ് കൂപ്പൺ ഉള്ളതുണ്ട്. അത് നമുക്ക് ഏറ്റവും പാവപ്പെട്ട വനിതകൾക്ക് ഏറ്റവും മാസം 2500 രൂപയാണ് ചാർജ് ചെയ്ത് കൊടുക്കുന്നത്. മുതിർന്ന 70 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രതിമാസം 3000 രൂപ ക്ഷേമ പദ്ധതി പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും വലിയ കാര്യമില്ലയോ? നമ്മളെ സംബന്ധിച്ചും പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി, എന്തെല്ലാം കാര്യങ്ങളാണ്, പല കാര്യങ്ങളുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും 2 സൗജന്യ സിലിണ്ടർ വീടുകളിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമില്ലയോ? ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമാണ്. ഇന്ത്യ സർക്കാർ വരണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹവും. ഈ മാറ്റം വേണം. നല്ലത് ആർക്ക് ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും. ശബരിമല സ്വർണ്ണം കെട്ടാരെ പിടികൂടി അവരുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ഏറ്റവും സമയബന്ധിതമായിട്ട് ചെയ്യുന്ന ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ഈ കച്ചവടം ചെയ്യാനും അത് 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള ആ ഒരു സ്കീം വളരെ സന്തോഷപ്രദമാണ്. ഇതൊന്നും കൂടാതെ വേറൊരു നല്ലൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാ വീടുകൾക്കും 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായിട്ട് കൊടുക്കാനൊരു പദ്ധതിയുണ്ട്. ഇപ്പം പൈസ കൊടുത്ത് എത്രയോ പേര് എനിക്ക് കുറേ വീടുകൾ അറിയാം. അവരെല്ലാം പൈസ കൊടുത്ത് അവർക്ക് 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്തോ വേണ്ടത്? കുടിവെള്ളമല്ലയോ വേണ്ടുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വെള്ളമല്ലയോ? വെള്ളം സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എല്ലാവരും NDAയ്ക്ക് ഒപ്പം ഉണ്ട്.